നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രയേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലിലെ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല. ഇസ്രായേൽ ഗൃഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. അവർ വ്യാജവും കള്ള പ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു. യഹോവ അവരെ അയച്ചിട്ടില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു. ഞാൻ അരുളി ചെയ്യാതിരിക്കെ യഹോവയുടെ അരുളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ വിദ്യാദർശനം ദർശിക്കുകയും വ്യാജ പ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് ഭോഷ്ക് ദർശിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും. എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല. ഇസ്രയേൽ ഗ്രഹത്തിന്റെ പേർവഴി ചാർത്തിൽ അവരെ എഴുതുകയുമില്ല. ഇസ്രയേൽ ദേശത്തിൽ അവർ കിടക്കയില്ല. ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞെന്റെ ജനത്തെ ചിതറിച്ചിരിക്കൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നതുകൊണ്ടും അടർന്ന് വീഴും. കുമ്മായം പൂശുന്നവനോട് നീ പറയേണ്ടത്, പെരുമഴ ചൊരിയും, ഞാൻ ആലിപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടിപ്പിക്കും, ചുവർ വീണിരിക്കുന്നു, നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റ് അടിക്കുമാറാക്കും, എന്റെ കോപത്തിൽ പെരുമഴ പെയ്യിക്കും, എന്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും. നിങ്ങൾ കുമ്മായം പൂശിയ ചുവരിനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും. അത് വീഴും. നിങ്ങൾ അതിന്റെ നടുവിൽ മുടിഞ്ഞു പോകും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അങ്ങനെ ഞാൻ ചുവരിന്മേലും അതിന് കുമ്മായം പൂശിയവരുടെ മേലും എന്റെ ക്രോധത്തെ നിവൃത്തിയാക്കിയിട്ട് നിങ്ങളോട് ഇനി ചുവരില്ല, അതിന് കുമ്മായം പൂശിയവരായി യെരൂശലേമിനെ കുറിച്ച് പ്രവചിച്ച് സമാധാനം ഇല്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന ഇസ്രായേലിന്റെ പ്രവാചകന്മാരും ഇല്ല എന്ന് പറയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീയോ മനുഷ്യപുത്ര, സ്വന്ത വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്ക് ഒക്കെയും രക്ഷകളും ഏത് പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എന്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആഹാരത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോട് രക്ഷിക്കേണ്ടതിനും നിങ്ങൾ ഭോഷ്ക് കേൾക്കുന്ന എന്റെ ജനത്തോട് ഭോഷ്ക് പറയുന്നതിനാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ ഒരുപടി യോഗത്തിനും ഒരപ്പക്കഷണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേഹികളെ പറവജാതികളെപ്പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷയ്ക്ക് ഞാൻ വിരോധമായിരിക്കുന്നു. ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങളുടെ പറവജാതികളെപ്പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടുവിക്കും. നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ചു കീറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവർ ഇനി നിങ്ങളുടെ കയ്യിൽ വേട്ടയായിരിക്കയില്ല. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഞാൻ
ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതവണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇനി വ്യാജം ദർശിക്കുകയോ കൃഷ്ണം പറയുകയോ ചെയ്യുകയില്ല. ഞാൻ എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇസ്രയേലിലെ കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് 13-ാം അധ്യായം. ഇസ്രയേലിന് വലിയ ദൈവശിക്ഷ ഉണ്ടാകുകയും വളരെ പേർ പ്രവാസികളായി പോവുകയും ചെയ്തിട്ടും കള്ളപ്രവാചകന്മാർക്ക് യാതൊരു ദൈവഭയവും ഉണ്ടായില്ല. ഇസ്രയേലിൽ ശേഷിച്ചിരുന്നവരിൽ നിന്നും ഒരുപിടി യവവും ഒരപ്പക്കഷ്ണവുമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് 19-ാം വാക്യത്തിലുണ്ട്. ഈ കള്ളപ്രവാചകന്മാർ 2 കാര്യം ചെയ്തില്ല. ഒന്ന്, ഇസ്രയേലിന് വേണ്ടി അവർ ഇടിവിൽ നിന്നില്ല. മോശ, ശമൂവേൽ, ദാവീദ്, ദാനിയേൽ, നെഹമ്യാവ്, മൊർദെഖായി തുടങ്ങിയവർ ദൈവജനത്തിന് നന്മയ്ക്കായി ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിന്ന് പക്ഷപാതം ചെയ്യുന്നവരായിരുന്നു. ഇവരത് ചെയ്തില്ല എന്ന് 5-ാം വാക്യം പറയുന്നു. രണ്ടാമത്, ജനം ദുർമാർഗം വിട്ടുതിരിയാൻ അവരെ ശാസിച്ചില്ല എന്ന് 22-ാം വാക്യം പറയുന്നു. സമാധാനവും നന്മയും അനുഗ്രഹവും ഉണ്ടാകും, ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ ഉപദേശമെന്ന് 10-ാം വാക്യം പറയുന്നു. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്മാരോടും 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകിമാരോടും ആയിരുന്നു. അവര് തറയും ഭിത്തിയും ബലപ്പെടുത്തുന്നതിന് പകരം കുമ്മായം പൂശി പുറമെ ഭംഗി വരുത്താൻ ശ്രമിക്കുകയായിരുന്നെന്ന് 10-11 വാക്യങ്ങൾ പറയുന്നു. ദൈവം കൊടുങ്കാറ്റും പേമാരിയും പോലെ ശിക്ഷ നൽകും. പ്രവാചകരും പ്രവാചകിമാരും ആദ്യം കൊല്ലപ്പെടും. പ്രവാചകർ വിജന സ്ഥലങ്ങളിലേക്ക് കുറുക്കന്മാരെ പോലെ പ്രാണരക്ഷാർത്ഥം ഓടുമെന്നാണ് 4-ാം വാക്യം. പ്രവാചകിമാരും ജനത്തിന് ഭക്തിയുടെ മൂടുപടം നൽകി പുറമെ ഭംഗി വരുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് 18-ാം വാക്യം. പ്രവാചകന്മാരും പ്രവാചകിമാരും ഇനി ജനത്തെ ചതിക്കാതിരിക്കാൻ മരണശിക്ഷ നൽകും എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പാപം ചെയ്യുന്നതിലും വലുതാണ് പാപം ചെയ്യിക്കുന്നത്. നമ്മുടെ കർത്താവ് കുരുടന്മാരായ വഴികാട്ടികളെ എന്ന് വിളിച്ചുകൊണ്ട് ജനത്തെ പാപത്തിലേക്ക് തിരിക്കുന്ന ആളുകളെ കഠിനമായി നിങ്ങൾ ഇരട്ടി നരകശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞ് ശാസിക്കുക ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തും ആളുകൾ ഭൗതിക നന്മയുണ്ടാകും, ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആളുകളെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താതെ, കർത്താവ് കുരിശിൽ ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് രക്ഷാമാർഗത്തെക്കുറിച്ച് ബോധം വരുത്താതെ നന്മ മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവര് ശിക്ഷായോഗ്യരാണ് എന്നാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിപ്പിക്കുവാൻ, അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് സാധിക്കണം. ദൈവം അതിനേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.